ഏലപ്പാറ ബസ് സ്റ്റാൻഡിന്റെ പുറകുവശത്ത് സ്ഥിതി ചെയ്യുന്ന കംഫർ സ്റ്റേഷനിൽ നിന്നും വീണ്ടും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നു. നിലവിൽ വലിയ തോതിൽ ദുർഗന്ധം വമിക്കുന്നത് യാത്രക്കാർക്കും ടാക്സി തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും അടക്കം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അറ്റകുറ്റപ്പണി കാര്യക്ഷമമാകാത്തതാണ് വീണ്ടും പഴയപടിയാകുവാൻ കാരണമെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഓട്ടോ ടാക്സി സ്റ്റാൻഡും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന പ്രദേശത്തുമാണ് മലിനജലം ഒഴുകിയെത്തുന്നത്. നിലവിൽ വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത്. കൂടാതെ സാംക്രമിക രോഗഭീഷണിയും നിലനിൽക്കുന്നതായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ കംഫർ സ്റ്റേഷനിൽ നിന്നും മലിനജലം പുറത്തേക്ക് പോകുന്ന പൈപ്പ് പൊട്ടിയിരുന്നു. വലിയ ദുർഗന്ധം വമിച്ചതോടെ പരാതി ശക്തമായതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ഈ പണികൾ കാര്യക്ഷമമായി നടന്നിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് വീണ്ടും പൈപ്പ് പൊട്ടി മലിനജലം പുറത്തേക്ക് ഒഴുകുവാൻ കാരണമായിരിക്കുന്നതെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ പറയാൻ കാരണം ഈ പഞ്ചായത്തിൻ്റെ ബാത്റൂം ഇവിടെ പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ട്രിപ്പായി. അത് ഇവിടെ വന്ന് ക്ലീൻ ചെയ്യുന്ന അവർ 2-3 ട്രിപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെയും അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ബാത്റൂം പൊട്ടി സെപ്റ്റി ടാങ്ക് കാണാം. സെപ്റ്റി ടാങ്ക് പൊട്ടി അങ്ങ് ലീക്കാകുക. ഞങ്ങൾ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ ഈ മാവേലിക്ക് വരുന്ന ആൾക്കാരും ഇവിടെ നടന്നു വരുന്ന ആൾക്കാർക്കൊക്കെ അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇത് പഞ്ചായത്തിനോട് ഒത്തിരി ട്രിപ്പ് ഞങ്ങൾ പറഞ്ഞിട്ടും ഒരു നടപടി എടുക്കുന്നില്ല. അവർ വരും, വേസ്റ്റ് വണ്ടി എടുക്കാൻ വരുന്നത് വേസ്റ്റ് എടുത്ത് അങ്ങ് അന്നേരം ക്ലിയർ ആയിട്ട് കിടക്കും. പിന്നെയും അത് തന്നെ അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ പഞ്ചായത്തിനുള്ളവർ ഞങ്ങൾക്ക് ഈ ഓട്ടോ സ്റ്റാൻഡുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതെന്ന് പറയാം. നിലവിൽ മൂക്കുപൊത്തി വേണം ഇതുവഴി ആളുകൾക്ക് കടന്നു പോകുവാൻ. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി മലിനജലം ഒഴുകിപ്പോകുന്ന പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.